ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ കുറേ പേര് ഇപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ. അത് 30,000 ഉള്ളിലുള്ള നല്ലൊരു ലാപ്ടോപ്പ്, 40,000 നല്ലൊരു ലാപ്ടോപ്പ്, 25,000 നല്ലൊരു ലാപ്ടോപ്പ് ഒക്കെ ചോദിച്ചിട്ട് ഇഷ്ടം പോലെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാനിപ്പോൾ തന്നെ 2-3 ഇപ്പോൾ റിപ്ലൈ കൊടുത്തുള്ളൂ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയാലോ, നല്ല പ്രൈസ് കൂടുതലാണ്. SSD ആയിക്കോട്ടെ, റാം ആയിക്കോട്ടെ, NVIDIA ചിപ്പുകളായിക്കോട്ടെ, എല്ലാം നല്ല പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ 50,000 റേഞ്ചിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ നല്ല ലാപ്ടോപ്പ് ഒന്നും കിട്ടാനില്ല. i3 പോലും ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ ഒന്നും 50,000 കിട്ടുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ലാപ്ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം മോട്ടോറോള ലാപ്ടോപ്പാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഉണ്ട്, ഓൾറെഡി എൻ്റെ സെക്കൻഡറി ലാപ്ടോപ്പായിട്ട് ഒരു പേഴ്സണൽ ലാപ്ടോപ്പായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ അത് i7 ആണ്. അതിൻ്റെ i5 i3 കിട്ടും നമുക്ക് ഓഫറിലൊക്കെ 40 രൂപയ്ക്ക് കിട്ടാറുണ്ട്. പിന്നെ പ്രൈസ് കൂടിയെന്ന് അറിയില്ല. ഞാൻ എന്തായാലും ടാഗ് ചെയ്തേക്കാം. നിങ്ങൾ ബഡ്ജറ്റ് കാറ്റഗറിയിൽ നോക്കുന്നുണ്ടെങ്കിൽ അസൂസിൻ്റെ എക്സ്പേർട്ട് ബുക്ക് എന്നൊരു മോഡലും ഉണ്ട്. ആ സാധനം ഈ സാധനം മാത്രം കൺസിഡർ ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്തും കൊടുത്തേക്കാം. പക്ഷേ ഭയങ്കര ലിമിറ്റഡ് ആണ്. 40,000 30,000 കിട്ടില്ല അതേ സാധനം. അത് വേറെ കാര്യം. ഓഫർ ടൈമിൽ കഴിഞ്ഞ പ്രാവശ്യം 38 രൂപയ്ക്കൊക്കെ മോട്ടോറോള i3 വേരിയന്റ് കിട്ടണമെന്ന്. പക്ഷേ ഇപ്പം ഞാൻ ഈ റേഞ്ച് ഈ സമയത്തൊക്കെ ഇനി അത് കിട്ടുമെന്ന് സംശയമാണ്. അപ്പോഴാണ് നമുക്ക് ആക്ച്വലി നോക്കുന്നത്. നിങ്ങൾ ആക്ച്വലി 25,000 30 രൂപയുടെ റേഞ്ചിൽ 35,000 റേഞ്ചിൽ 40,000 ഒക്കെ റേഞ്ചിൽ ലാപ്ടോപ്പ് നോക്കുകയാണ് അതിനായിട്ട് നല്ലത്. നിങ്ങൾ ആക്ച്വലി ഒരു നല്ലൊരു ടാബ് വാങ്ങിക്കുകയാണ് നല്ലത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ഷോമി പാഡ് 8 പാഡ് 7 ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ 7 കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഒറിജിനൽ സാധനം തന്നെ ഇതിൻ്റെ നമുക്ക് ആ ബുക്കും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലാപ്ടോപ്പ് പോലെ ഉപയോഗിക്കാം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ലാപ്ടോപ്പ് ആയി സാധനം ഇതല്ലാണ്ട് വേറൊരു ഇതും കിട്ടും നമുക്ക്, മൗസ് പാഡും കൂടി ഉള്ളത്. അപ്പോൾ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ ഒരു 40-45 രൂപയ്ക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല എന്ന് വെച്ചാൽ നല്ല പവർഫുൾ സാധനമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ OnePlus Pad 3 നോക്കാം. അത് സ്നാപ്ഡ്രാഗൺ 8 ഒക്കെ ആയിട്ട് വരുന്ന സാധനമാണ്. അപ്പോൾ അതൊക്കെ നല്ല ഹൈ എൻഡ് പെർഫോമൻസ് കിട്ടും. അപ്പോൾ ശരിക്കും നിങ്ങൾ ഈ റേഞ്ചിൽ ലാപ്ടോപ്പ് നോക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ലാപ്ടോപ്പാണ് കിട്ടുള്ളൂ. നമുക്ക് മെയിൻ ആയിട്ടുള്ള സംഭവമൊന്നും പറ്റില്ല. ചുമ്മാ എക്സലോ ഒക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രൈസ് നിങ്ങൾക്ക് അറിയില്ല. എല്ലാത്തിനും ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിലൊക്കെ പ്രൈസ്, ഇലക്ട്രോണിക് അല്ല എല്ലാത്തിനും ഇൻഫ്ലേഷൻ അടക്കം കൂടിയല്ലോ, നല്ല പോലെ കത്തി കയറിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് കാറ്റഗറി ലാപ്ടോപ്പ് നോക്കാനായിട്ട് എന്തുകൊണ്ടും ബെറ്റർ ഇതുപോലെ നമ്മുടെ എന്താ പറയുക ടാബ്ലറ്റ് വാങ്ങിക്കായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ OnePlusന്റെ Pad 3 ഒക്കെ നമുക്ക് ഇപ്പോൾ 48 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ്. വലിയ ഡിസ്പ്ലേ ആണ്, 13 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ. നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ കുട്ടി ലാപ്ടോപ്പിന് എത്ര വരും. പ്ലസ് നമുക്ക് അതിൻ്റെ ഒരു കീബോർഡ് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി കീബോർഡ് വെച്ചാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും ബഡ്ജറ്റ് കൊണ്ടുവരും. പക്ഷെ ഇതാകുമ്പോൾ നമുക്കൊരു പാക്കേജ് പോലെ തുറന്നു വയ്ക്കാമെന്ന് മാത്രം. അത് OnePlusനുണ്ട് ആ പരിപാടി തന്നെ. അത് വേണ്ടാന്നുണ്ടെങ്കിൽ OnePlusന് കുറച്ച് റേറ്റ് കൂടുതലാണ്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ സാധനം പോലും നമുക്ക് Type-C USB കുത്തിക്കെട്ടി യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ തേർഡ് പാർട്ടി സാധനങ്ങളൊക്കെ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചാലും നമുക്ക് ബഡ്ജറ്റ് 55 രൂപ കൊടുത്തു കഴിഞ്ഞാൽ OnePlusന്റെ സാധനം കിട്ടും. ഒരു കീബോർഡും സാധനം കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതും സ്നാപ്ഡ്രാഗൺ 888 വരുന്ന 16 GB വരുന്നുണ്ട്, 512 വരുന്നുണ്ട്, 12 GB വരുന്നുണ്ട്, 56 GB വരുന്നുണ്ട്. കിടിലന് ഹൈ പെർഫോമൻസ് ഒരു ടാബ്ലറ്റ് കിട്ടും. പ്ലസ് വേണമെങ്കിൽ നമുക്കത് PC ആക്കും ചെയ്യാം. ആൻഡ്രോയിഡ് ആണല്ലോ അത്. നമ്മളിത് ഇതൊക്കെ ഇപ്പോൾ ഷോമിയുടെ Pad 8ന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഈ സാധനം ഇത് അവരുടെ ഒറിജിനൽ കീബോർഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി ഈ സാധനം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് PC മോഡിലേക്ക് പോകും. അതുപോലെ തന്നെ OnePlusലുണ്ട് PC മോഡ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ ലാപ്ടോപ്പ് ആയാലും അതിലും എല്ലാത്തിലും ഉണ്ട് PC മോഡ് എന്ന് പരിപാടി. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു PC എക്സ്പീരിയൻസ് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ നമുക്ക് ഈ റേഞ്ചിൽ ഇപ്പം നല്ലൊരു ലാപ്ടോപ്പ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ എന്തായാലും അത്യാവശ്യം ബഡ്ജറ്റ് ലാപ്ടോപ്പ് അത്യാവശ്യം നല്ല ലാപ്ടോപ്പൊക്കെ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയതെന്ന് ആമസോണിൽ ഇപ്പോൾ കുറച്ച് ഷോക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ല, കുറേ സ്റ്റോക്കുകളൊക്കെ ഉള്ളത് ഫ്ലിപ്കാർട്ടിലാണ്. വാങ്ങിക്കുമ്പോൾ എന്നാൽ നോക്കി വാങ്ങിച്ചാൽ മതി. നിങ്ങൾ ഓപ്പൺ ബോക്സ് ആണല്ലോ, അതൊക്കെ നോക്കിയിട്ട് കറക്റ്റായി നോക്കി വാങ്ങിച്ചാൽ മതി. മോട്ടോറോള നിങ്ങൾക്ക് ഇതിലായിട്ട് ഇഷ്യൂ ഒന്നും ഇല്ല. ഓൾമോസ്റ്റ് ഇപ്പോൾ എൻ്റെ വാങ്ങിച്ചിട്ട് 1 ഇയർ ആവാറായി തോന്നുന്നുണ്ട് മോട്ടോറോള. ഞാൻ അതിൽ SSD ഒക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. സുഖമായിട്ട് ഇപ്പോൾ തന്നെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ലിനോവയുടെ കമ്പനിയാണ് ഇപ്പോൾ മോട്ടോറോള. പണ്ടത്തെ മോട്ടോറോള US കമ്പനിയായിരുന്നു. ലിനോ ചൈനീസാണ്. ഇപ്പോൾ ചൈനീസാണ് മോട്ടോറോള. ഇപ്പോൾ ഞാൻ ഇവിടെ എറണാകുളത്ത് കണ്ടു മോട്ടോറോള ലിനോവൊക്കെ ഒരുമിച്ചാണ് സർവീസ് സെൻ്ററൊക്കെ കണക്കാം. അപ്പോൾ ചെയ്തേക്കേട്ടാ. അപ്പോൾ അതൊന്ന് നോക്കുക, നിങ്ങളുടെ ഒരു ഐഡിയ. എന്നുവെച്ചാൽ വിൻഡോസ് തന്നെ വേണമെന്നുള്ളവർക്ക് പിന്നെ വേറെ രക്ഷയില്ല. പക്ഷേ നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ ഒപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ കുറേ പേരായി ഇപ്പോൾ ചോദിച്ചു വരുന്നു ബഡ്ജറ്റ് കാറ്റഗറി. മിക്കവാറും സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അതും ഇപ്പോൾ 30,000-35,000 രൂപ ആമസോണിലൊക്കെ തപ്പിക്കഴിഞ്ഞാണ്ടല്ലോ ഒരു സാധനം കിട്ടില്ല. പണ്ടത്തെ AMD സാധനം അത്തലോണൊക്കെ വരുന്ന പ്രോസസ്സറൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു റിഫർബിഷ് ആയിരിക്കും. അതൊക്കെയാണ് 30,000-35,000 രൂപയ്ക്കൊക്കെ കാണിക്കുന്നത്. പണ്ട് നമുക്ക് i3 Ryzen 3 ഒക്കെ കിട്ടാറുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റ് നോക്കാൻ മറക്കണ്ട. JoinBank സപ്പോർട്ടോട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്നിക്കൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട. നമ്മളിപ്പോൾ നമ്മുടെ തൃശ്ശൂർത്തെ വീട്ടിൽ ഈ എന്താ പറയുക ഡെസ്ക് സെറ്റപ്പും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ എറണാകുളത്തെ വീട്ടിൽ അവിടെ നമുക്ക് രക്ഷയില്ല, സ്ഥലമില്ല. അപ്പോൾ അതൊന്ന് നോക്കണ്ട. അത് അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ മിക്കവാറും പുതിയ സെറ്റപ്പിലല്ല ഞാൻ അത് ചെയ്യണം. അവിടെ പോയിട്ട് വേണം ചെയ്യണമെങ്കിൽ
അപ്പോൾ അതൊന്ന് എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ഷോക്കാണ്, വെറുതെ ഇത് മാത്രമല്ല, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ കുറച്ച് പേരായി ഇത് കമൻറ്റ് ചെയ്യുന്നു, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത് മാത്രമല്ലോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ, അടുത്ത് വരാം, ബൈ.